എവരിവൺ, വെൽക്കം ബാക്ക് ടു സിയറ ക്ലോത്തിങ്സ്. ഞാൻ ജൂബി ജോർജ്. ഒരു മാസത്തിലധികമായില്ലേ എല്ലാവരും എന്നെ കണ്ടിട്ട് കുറേ അധികം പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ചിലര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എവിടെയാണ് നിങ്ങളുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. നേരിട്ട് വിളിച്ച് ചോദിച്ചവരോടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചവരോടും എല്ലാം നമ്മൾ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നമ്പർ 18 ആയിരുന്നു എനിക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്തത്. എല്ലാം ഒന്ന് ബാക്കപ്പ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ഒരു ടൈമും തയ്യാറെടുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ ഡെയിലി നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഓഫർ സെയിൽ വീഡിയോസ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പുതിയ പുതിയ സ്റ്റോക്കുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പം നമുക്കതൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സ്ഥല പരിമിതികളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ കാലിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പുറയിൽ കാണുന്ന ഈ റാക്കുകളൊക്കെ എംപ്റ്റി ആക്കിയിട്ടാണ് നമ്മൾ അടുത്ത ഒരു പുതിയ സെറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ബെഡ്ഷീറ്റ്സ്, സാരീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാരീസ് നമുക്ക് കുറേ വന്നിട്ടുണ്ട്. ബെഡ്ഷീറ്റ്സ് ഒക്കെ നമുക്കിനി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഫർ സെയിൽ എന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറേ പ്രോഡക്ട്സ് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. മുന്നോട്ടും നിങ്ങളുടെ എല്ലാ സഹായങ്ങളും വേണം. ഇതുപോലെ ചിലപ്പോൾ ഒരു ബ്രേക്കൊക്കെ നമ്മൾ എടുക്കും. എന്നാൽ പോലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ കൂടെ ഉണ്ടാവും. നമ്മുടെ സീറാസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാഴ്സൽസ് അയക്കുന്നത്. 7 to 14 ഡേയ്സിനുള്ളിൽ ഇന്ത്യ പോസ്റ്റ് വഴി മാത്രമാണ് നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്തത്, രജിസ്റ്റേർഡ് പാഴ്സലായിട്ട്. ഓഫർ സെയിൽ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് റിട്ടേൺ ഇല്ല. ഓക്കെ, ഓഫർ സെയിൽ ഐറ്റംസ് ഒന്നും റിട്ടേൺ ഇല്ല. നമ്മൾ ഡാമേജ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നത്. എന്തെങ്കിലും കളർ ഫെയ്ഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കും. അതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നത്. അതുപോലെ ഏത് മോഡൽ പ്രോഡക്റ്റ് ആണ്, അതിനകത്ത് എന്ത് മിക്സ് വന്നിട്ടുണ്ട്, പ്യുവർ കോട്ടൺ ആണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മിക്സ് വന്നിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊരു പ്രോഡക്റ്റ് കിട്ടും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ്, ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് നിങ്ങൾക്ക് കണ്ടു, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമുക്ക് റിട്ടേൺ അയച്ചു. തീർച്ചയായിട്ടും 100% റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് പോളിസി നമുക്ക് അവൈലബിൾ ആണ്. ഓൺലി ഡാമേജ് ആയ പ്രോഡക്റ്റിന് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡാമേജ് ആയ പ്രോഡക്റ്റുകൾ അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അത് റിസീവ് ചെയ്യുമ്പോൾ ഒരു ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. കാരണം അത് ഞങ്ങൾക്കും കൂടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഒരുപാട് ഐറ്റംസ് ബൾക്കായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ അവിടുന്ന് മാനുഫാക്ചേഴ്സിനും നമുക്കും ഒരുപോലെ ചെക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്നത് സിംഗിൾ പീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ 100% റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി ഉണ്ട്. ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ട്. എൻ്റെ നമ്പർ, വാട്സപ്പും ഞാൻ ഉപയോഗിക്കുന്ന നമ്പരും എല്ലാം സെയിം തന്നെയാണ്. ഏത് സമയത്തും ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരിക. അപ്പോൾ ഞാൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓൾ ഐറ്റം നിങ്ങൾക്ക് അയച്ചു തരുന്നത്. റിട്ടേൺ ആയിട്ട് നിങ്ങൾ അയക്കുമ്പോൾ രജിസ്റ്റേർഡ് പാഴ്സലായിട്ട് മാത്രം അയക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് 52 രൂപയ്ക്ക് ആ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തരാൻ പറ്റും. മാക്സിമം 52 റുപ്പീസിന് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ചു തരുമ്പോൾ തിരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ആ 52 രൂപ മുടക്കേണ്ടത്. എല്ലാ ഓൺലൈൻ ചാനൽസിലും അങ്ങനെയാണെന്നാണ് എൻ്റെ വിചാരം. കാരണം ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് ഓൺലൈൻ ചാനൽസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക് വന്നത്. അതിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അപ്പൊ ഞാൻ ഒരു സ്ഥാപനത്തിന്റെയും പേരെടുത്ത് പറയുന്നില്ല. അവരൊക്കെ എനിക്ക് ഇപ്പൊ ഞാൻ 2000 രൂപയുടെ പ്രോഡക്റ്റ് ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പൊ 2000 രൂപയാണ് എനിക്ക് അവർ തിരിച്ചയച്ചു തന്നത്. അല്ലാതെ നമ്മുടെ അതിന്റെ ഷിപ്പിംഗ് ചാർജും കൂടെ അവരെനിക്ക് പേ ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ ഞാൻ പലരോട് സംസാരിച്ചപ്പോഴും അവരെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വൺ സൈഡ് അവർ തന്നെയാണ് ചെയ്യുന്നത്. അതായത് തിരിച്ച് ഞാൻ ആ പ്രോഡക്റ്റ് ആണ് അവർക്ക് അയച്ചു കൊടുക്കുന്നതെങ്കിൽ അതും ഞാൻ ഫ്രീ ഷിപ്പിംഗിൽ ചെയ്ത് കൊടുക്കും. ഓക്കെ, പ്രോഡക്റ്റ് അല്ല നിങ്ങൾക്ക് പൈസയാണ് മതിയെന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ റിസീവ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഫോൾട്ട് ഒന്ന് കണ്ടുപിടിച്ച് ഓക്കെ ഇന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ഡേ പ്രോഡക്റ്റ് കിട്ടിയതിന്റെ നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ മറന്നുപോയത് കൊണ്ടായിരിക്കും പല കാര്യങ്ങളും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് നിങ്ങൾ എത്ര രൂപയാണോ, 2000 ആണെങ്കിലും 3000 ആണെങ്കിലും ഇനി 200 ആണെങ്കിലും 100 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ തിരിച്ച് റിട്ടേൺ ആയിട്ട് അയച്ചു തരും. അപ്പോൾ കുറച്ച് സമയത്തിൽ എൻ്റെ വൈഫൈയും എൻ്റെ ഗൂഗിൾ പേയും എല്ലാം പോയി കിടക്കുമായിരുന്നു. കാരണം അതിനകത്ത് എന്തൊക്കെയോ ബാങ്കുമായിട്ട് ചില ഇഷ്യൂസ് വന്നിട്ട് എനിക്ക് എൻ്റെ ഗൂഗിൾ പേക്കകത്തൊന്ന് പേയ്മെന്റ് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടായ ഒരവസ്ഥയുണ്ടായിരുന്നു.
കുറച്ച് നാൾ മുമ്പൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഒന്ന് ഡിലേ ആയത്. ചില സമയത്ത് എനിക്ക് പേയ്മെന്റ് റിസീവ് ചെയ്യാൻ പറ്റും. നിങ്ങളിൽ പലർക്കും അറിയാം, നിങ്ങൾ അവിടെ നിന്ന് പേയ്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ റിജക്റ്റ് ആവുകയാണ്. അപ്പോൾ എനിക്ക് ഈ ആൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ട് വേറെ ഓൾട്ടർനേറ്റ് നമ്പർ ഉണ്ടോ, ബാങ്ക് ID തരാമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെന്ന് കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സോർട്ട് ചെയ്തു, ബാങ്കിൽ പോയിട്ട് അതെല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പം നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് തൊട്ട് നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നലെ വരെ തന്ന എല്ലാ സപ്പോർട്ടും നാളെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ദൈർഘ്യമുള്ള ഒരു ഇൻട്രോ ആയിരുന്നു. കാരണം ഒരു മാസത്തെ ഗ്യാപ്പ് എടുത്തത് കൊണ്ട് ഇച്ചിരി കാര്യങ്ങൾ അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്രവർത്തന രീതി. അല്ലാതെ ഉപയോഗിച്ച് 2 or 3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കീറി. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഞാൻ ഉണ്ടാവും. എൻ്റെ ഭാഗത്തു നിന്ന് വന്ന എല്ലാ മിസ്റ്റേക്കുകളും ലാസ്റ്റ് ഇയറിലേത് മറന്നേക്കുക. അപ്പോൾ പുതിയ വർഷത്തിൽ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഒത്തിരി ഹിറ്റായിട്ടുള്ള ഒരു കുർത്തിയായിരുന്നു. നമ്മുടെ ഹാൻഡ് വർക്ക് കുർത്തിയാണ്. കണ്ടോ, ഇതിൻ്റെ ചെസ്റ്റിൽ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഈ ഒരു കളറാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാക്ട്ലി ഈ ഒരു കളറിൽ നേവി ബ്ലൂ കളറിലെ ത്രെഡ് കൊണ്ട് ഒറിജിനൽ ആയിട്ടുള്ള ആ മിററിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. കോട്ടൺ, പ്യുവർ കോട്ടൺ അല്ല, ചെറിയൊരു ബ്ലെൻഡ് വന്നിട്ടുണ്ട്. ഒരു 45-46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സൽ ആണ്. എക്സൽ ഇട്ടിട്ട് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് ഒരു വാഷിന് ശേഷം ഇതൊന്ന് ചുരുങ്ങാം. അതുകൊണ്ട് തന്നെ എക്സലുകാർ ആലോചിച്ചിട്ടെടുക്കുക. ലാർജുകാർക്ക് എക്സൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. വിത്ത് ലൈനിങ് ആണ്. 3/4 ഹാൻഡ് ആണ് വന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മീഡിയം കണ്ടോ, ഇത് മീഡിയം സൈസാണ്. മീഡിയം, ലാർജ്, എക്സൽ ആണ്. വെരി ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മീഡിയത്തിൻ്റെ 1-2 ത്രെഡ് വർക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇടുമ്പം ഉണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ മീഡിയം ഒരു പ്രോഡക്റ്റിൻ്റെ ഈ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ത്രെഡല്ല, ആ ബീഡ്സ് വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സലിൻ്റെത് അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ 2 ഷെയ്ഡാണ്. ഫസ്റ്റ് ഷെയ്ഡ് ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇത് മീഡിയമാണ്. അപ്പോൾ ഇത് മീഡിയംകാർക്ക് അല്ലെങ്കിൽ സ്മോളുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. കണ്ടല്ലോ, 399 മാത്രമാണ് ഈ എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത്. ഓൺലി 399 ഇൻക്ലൂഡിങ് ഷിപ്മെൻ്റ് ആണ്. നല്ല ഒരു അവസരമാണ്. നമ്മൾ 599 എബവ് കൊടുത്ത ഒരു പ്രോഡക്റ്റാണ്. കാരണം ഹാൻഡ് വർക്കാണ്. കുർത്തി ഹൗസ് ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രൈസിന് കിട്ടില്ല. ലൈനിങ് ആണ്. ലൈനിങ് ഈ ഒരു പോർഷൻ വരെയാണ്. ലൈനിങ് ഒക്കെ വളരെ സാധാരണയായിട്ടുള്ള ലൈനിങ് ആണ്. ഒത്തിരി അങ്ങോട്ട് ഡീറ്റെയിൽ ഇല്ല. അതുപോലെ തന്നെ അടുത്ത ഒരു ഹാൻഡ് വർക്കിന്റെ ഐറ്റം എന്ന് പറയുന്നത് മീഡിയം ആണ്. നമ്മൾ ഇതെല്ലാം 399 ആണ് കൊടുക്കുന്നത്. നല്ലത് നമുക്ക് 599 നല്ല റണ്ണിങ് മൂവിങ് ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് മീഡിയം ആണ്. മീഡിയംകാർക്ക് മീഡിയം തന്നെ എടുക്കാം. ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു ഐറ്റത്തിൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം എക്സലുകാർക്ക് എക്സൽ തന്നെ എടുക്കാം. പക്ഷെ ചുരുങ്ങി കഴിഞ്ഞാൽ ചേച്ചി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ വാഷിൽ ചുരുങ്ങി എന്ന് പറയരുത്. കാരണം എന്താ പറയുക, അത് ടൈറ്റ് ഫിറ്റിംഗ് ആണ് എനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ഐറ്റം ജോർജറ്റിൽ നേവി ബ്ലൂ വിത്ത് ഹെവി ഹാൻഡ് വർക്ക്. ഓൺലി 399. സൈസ് വന്നിട്ടുള്ളത് 40 ലാർജ്. 40 എന്ന് പറഞ്ഞാൽ ലാർജ് കേട്ടോ. ഇതാ ഒരു ഫ്രോക്ക്. ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് എടുത്ത് എത്രത്തോളം ഇട്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുപോലെ ഞാൻ ഉപയോഗിച്ചതാണ്. ഇതിപ്പോൾ സൈസ് എക്സൽ ആണ്. ഇതാ ഇങ്ങനെ നല്ല ഫ്രോക്ക്. ഇത് കാന്താ സ്റ്റിച്ച് വന്നിട്ടുള്ള കാന്താ കോട്ടൺ ഫ്രോക്കാണ് വന്നിട്ടുള്ളത്. നെക്കൊക്കെ സൂപ്പറാണ്. ഈ ഒരു നെക്ക് വിത്തൗട്ട് ലൈനിങ് ആണ്. ചെസ്റ്റ് പോർഷനിൽ മാത്രം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാം 399. ഫ്രണ്ടിൽ പ്ലീറ്റ്സും ബാക്കിൽ ലൈനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു പൊന്മാനീല കളർ പോലെ നിങ്ങൾ കാണുന്ന ഒരു ഓൾമോസ്റ്റ് ആ ഒരു കളർ തന്നെയാണ് കേട്ടോ. അടുത്തത് അതിൻ്റെ ഒരു എന്താ പറയുക, ഗ്രേപ്പ് കളർ കണ്ടോ. ഇതാ ഇങ്ങനെ വരും. ഇത് നമുക്ക് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആണ്. സൈസ് നമ്മൾ എഴുതി കാണിക്കാവേ ഈ വീഡിയോയിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ 3rd ഷെയ്ഡ് വന്നിട്ടുള്ളത് XXL ആണ്. നല്ലൊരു കോഫി ബ്രൗൺ കളർ. എന്നാ ഭംഗിയാണെന്നറിയാം. കോഫി ബ്രൗണിൽ ഈ ഓറഞ്ച് പോലത്തെ ഒരു കളറും കൂടെ വന്നപ്പോഴത്തേനും സൂപ്പർബായിട്ടുണ്ട്. 699 ഒരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റിന് എന്തുകൊണ്ട് 699 എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ 899 കൊടുത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ആ പ്രോഡക്റ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ്. ഒരു സ്ട്രൈപ്സ് വന്നിട്ട് ഒരു ആഷ് കളറാണ്. അതിലിങ്ങനെ ഒരു നല്ല റയോണിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിലിങ്ങനെ ഭംഗിയായിട്ടൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ചൈനീസ് കോളറാണ്. 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഇതാ ഇങ്ങനെ. ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. അപ്പോൾ
699, 799, 899 നമ്മൾ കൊടുത്ത ഐറ്റമാണ്. നമ്മൾ 299 ഐറ്റമാണ് കാണിക്കുന്നത്. ഇത് എക്സൽ ആണ്, ഞാനിത് ഉപയോഗിച്ചതാണ്. എക്സൽ എടുത്താലും ഒരു ഇച്ചിരി നമുക്കൊരു ലൂസ് ആയിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല, നമുക്കൊരു ലൂസ് ഫിറ്റ് നല്ലതല്ലേ. ഇതൊരു പൊന്മാനയിലെ കളർ പോലെ ഒരു ബ്ലൂ കളർ കണ്ടോ, അതിന്റെ ഇറക്കത്തിന്റെ വ്യത്യാസം കണ്ടോ. ഇതൊരു 46 ഉണ്ട്, ഇതൊരു 44 ഉള്ളൂ. ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുവാണേ കണ്ടോ, എത്രത്തോളം കയറ്റി വെക്കാവോ അത്രത്തോളം. പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത്, വിത്തൗട്ട് ലൈനിങ് ആണ്. ഡെയിലി യൂസിന് പറ്റുന്ന സൂപ്പർ കുർത്തിയാണ്. പക്ഷെ ഇത് ഷോർട്ടാണ്. നമുക്കിപ്പോൾ എല്ലാം ഈ ജീൻസിന്റെ ടോപ്പുകളുടെ കൂട്ടത്തില്, ലെഗിങ്സിന്റെ കൂട്ടത്തില്, ആംഗിൾ ലെങ്തിന്റെ കൂട്ടത്തില് ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം. അതിന് ഓൺലി 299, അത് ഇൻക്ലൂഡിങ് ഷിപ്മെന്റ്. ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ വാഷ് ചെയ്ത് ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. ഹെവി ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. എക്സൽ കോഫി ബ്രൗൺ പോലെ വരുന്ന ഒരു കളർ കണ്ടോ, ഈ ഒരു കളറെ കോഫി ബ്രൗൺ പോലെ വരുന്ന ഒരു കളർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് അല്ലേ. എക്സൽ 3XL എന്ന് പറഞ്ഞൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ഇത്. നിങ്ങൾ ആക്ച്വലി ഇതിന്റെ ഗ്രീനിഷ് ചെറുപയറു പച്ചയും മെറൂണും കൂടി വരുന്ന ഒരു കളറാണ്. നിങ്ങൾക്ക് ഇത് കളർ എക്സാക്ട്ലി കാണുന്നതല്ല, പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. ഈ ഒരു ത്രെഡ് വർക്ക് ഒക്കെ കണ്ടല്ലോ. 3XL ആണ് വന്നിട്ടുള്ളത്. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് പോലെ വരുന്ന ഒരു കളറാണ്. കളർ നല്ല ഭംഗിയുള്ള പീച്ച്. ഈ ഓറഞ്ച് ഷെയ്ഡൊക്കെ ഇപ്പം ഭയങ്കര ട്രെൻഡായിട്ട് വരുവാണ്. 3XL ആണ് നമ്മൾ ഈ 3 കാണിച്ചത്. 2XLന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഉജാല ബ്ലൂ കളർ, നല്ലൊരു ഗ്രീൻ കളർ, ഒരു പാരറ്റ് ഗ്രീൻ പറയത്തില്ല, പാരറ്റ് ഗ്രീൻ കളർ, ഒരു പൊന്മാനീല പോലെ വരുന്ന, പൊന്മാനീലയുടെ ഒക്കെ ഒരു നേവി ബ്ലൂവിന്റെ ഒക്കെ ഒരു ലൈറ്റർ ഷെയ്ഡ്, പിന്നെ ഒരെണ്ണം ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ, ചിക്കു ഷെയ്ഡ്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു ഐറ്റം. കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റംസ് ആയിരുന്നു ചിക്കൻ കാരിയുടെ ഐറ്റംസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കളേഴ്സ് നമുക്കിപ്പോൾ കുറച്ച് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ 399 സോർട്ട് ഔട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ സൈസ് ഇതിൻ്റെ ഓരോന്ന് കളറ് പറഞ്ഞ് കാണിക്കാം. ഒരെണ്ണത്തിൻ്റെ മോഡൽ കാണിക്കാം. ഇത് ഓറഞ്ച് ആണ് കേട്ടോ, ഡാർക്ക് ഓറഞ്ച് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കാരിയുടെ വർക്ക് കേട്ടോ, ഓറഞ്ച് കളറാണേ കണ്ടോ, ചിക്കൻ കാരി വിത്തൗട്ട് ലൈനിങ്. ഈ ലെങ്ത് ഡിഫറൻസ് നിങ്ങൾ കണ്ടോണം. ഇത് ഷോർട്ടാണ് കണ്ടോ, ഈ ഒരു ലെഗിങ്സ് കണ്ടോ ഇങ്ങനെ വരും. എല്ലാം 399 കൊടുക്കുവാണേ. എക്സൽ ആണ് സൈസ്. അടുത്തത് ഗ്രീൻ, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് എക്സൽ സൈസ്. അതുപോലെ ബ്ലൂ, നല്ലൊരു ജയറാം പച്ച കളറ്, എക്സൽ ആണ് സൈസ്. അടുത്തത് ഒരു പിങ്കും ഈ നമ്മൾ ഈ ചെമ്പരത്തിയുടെ പിങ്ക് വരത്തില്ല, ആ ഒരു കളറിലുള്ള ഇത്. ചെറിയ സ്ലൈറ്റ് വേരിയൻസ് നിങ്ങൾ എന്താണേലും എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു മജന്ത ഷെയ്ഡ്, ഡബിൾ എക്സൽ ആണ്. യെല്ലോ, ലൈറ്റ് ഗോൾഡൻ യെല്ലോ, എക്സൽ ആണ്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ, ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണണേ, ബ്ലാക്ക് അല്ല, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ, ഡാർക്ക് ബോട്ടിൽ ഗ്രീനെ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വീഡിയോ ഇപ്പൊ തന്നെ ഏതാണ്ട് 15 മിനിറ്റ് ആയിട്ട്. ഇത് ഞാൻ മൊത്തം നിർത്ത് കാണിക്കാൻ തന്നെ ഇന്നും തീരത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് ഒരു മജന്ത പോലെ ഷെയ്ഡ്, എക്സൽ. അടുത്തത് ഈ ചെമ്പരത്തിയുടെ തന്നെ വരുന്ന ഒരു കളറ്, എക്സൽ. അപ്പം ഈ അന്നേരം ഇന്നത്തെ ഐറ്റംസ് ഇതാ ഇത്രയാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു, ഒന്നും പറയാനില്ല. അത്രയും നല്ല പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഇത്തവണ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഏത് അഴിച്ചു കൊടുത്താലും ഓൺലി 399 ആൻഡ് 299. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇതുവരെ കാണാതിരുന്നവർ വീണ്ടും കണ്ടു തുടങ്ങുക. നമ്മളെ മിസ് ചെയ്തിരുന്നവർ എല്ലാവരും വീണ്ടും കണ്ടു തുടങ്ങുക. മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം പെട്ടെന്ന് തന്നെ. Till then, this is Juby Sojan signing off from Zara Clothing. Thank you.